നിയമസഭാ സമുച്ചയത്തിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഭരണപ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ കേസെടുത്ത പോലീസ്. ഭരണപക്ഷത്തെ സച്ചിൻ ദേവിനും എച്ച് സലാമിനും എതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. വാച്ച് ആൻഡ് വാർഡിന്റെ പരാതിയിൽ 5 പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ച് പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് പോലീസ് പ്രകോപനം. രാത്രി 1:49 പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2:27 ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെയും കേസെടുത്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഭരണപക്ഷ അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആക്രമിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് എംഎൽഎ ടി.ജെ. സനീഷ് കുമാറിന്റെ പരാതിയിലെടുത്ത കേസിൽ സിപിഎം അംഗങ്ങളായ എച്ച് സലാം, സച്ചിൻ ദേവ് എന്നിവരും അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈനും കണ്ടാലറിയാവുന്ന വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങളുമാണ് പ്രതികൾ. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞ് അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന വാച്ച് ആൻഡ് വാർഡ് ഷീനയുടെ പരാതിയിലെടുത്ത കേസിൽ റോജി എം ജോൺ, പി.കെ. ബഷീർ, അൻവർ സാദത്ത്, ഐ.സി. ബാലകൃഷ്ണൻ, അനൂപ് ജേക്കബ്, കെ.കെ. രമ, ഉമാ തോമസ് എന്നീ എംഎൽഎമാരുമാണ് പ്രതികൾ. ഭരണപക്ഷത്തിനെതിരെ എടുത്ത കേസിൽ 3 വകുപ്പുകളേയുള്ളൂ. എല്ലാം ജാമ്യം ലഭിക്കുന്നവ. പ്രതിപക്ഷത്തിനെതിരെ 8 വകുപ്പുകളുണ്ട്. അതിൽ 3 ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ. ഭരണപക്ഷത്തിനെതിരായ കേസിൽ 1ഉം 2ഉം പ്രതികളാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരെയാണ്. അതിനുശേഷമാണ് എംഎൽഎമാർ. എന്നാൽ പ്രതിപക്ഷത്തിനെതിരായ കേസിൽ കൂടുതൽ എംഎൽഎമാരെ പ്രതികളാക്കാവുന്ന പഴുതിട്ട് കണ്ടാലറിയാവുന്ന 5 പേരെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളക്കേസെടുത്ത് തളർത്താനാകില്ലെന്ന് കേസിൽ പ്രതികളായ പ്രതിപക്ഷ എംഎൽഎമാർ. നിയമസഭയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ കെ.കെ. രമ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഡെപ്യൂട്ടി ചീഫ് മാർഷലും വാച്ച് ആൻഡ് വാർഡും നൽകിയ പരാതികളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. പോലീസ് നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും എംഎൽഎമാർ ആരോപിച്ചു. കള്ളക്കേസ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും എംഎൽഎമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. വാക്പോര് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പി.എ. മുഹമ്മദ് റിയാസും. സ്വപ്ന സുരേഷ് കുടുംബാംഗങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്ത ആളുടെ നട്ടെല്ലാണ് വാഴപ്പിണ്ടിയാണോ വാഴനാരാണോ എന്ന് പരിശോധിക്കേണ്ടത് എന്ന് സതീശൻ പരിഹസിച്ചു. എംഎൽഎ ആയി താൻ 25 വർഷം പിന്നിടുകയാണ്. റിയാസിനെ പോലെ ആദ്യ തവണ തന്നെ എംഎൽഎ ആയപ്പോൾ മന്ത്രിയാകാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. മന്ത്രിയാകാൻ പെട്ടെന്ന് യോഗം കിട്ടിയതിന്റെ പരിഭ്രമം കൊണ്ടാകും റിയാസ് ഇതൊക്കെ പറയുന്നത് എന്നും സതീശൻ പരിഹസിച്ചു. പേപ്പർ ലേ ചെയ്യാൻ വേണ്ടി സ്പീക്കർ വിളിക്കുമ്പോൾ ഒരു മന്ത്രി എഴുന്നേറ്റ് പേപ്പർ ടേബിൾ ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണ് എന്ന് പറയാ എന്ത് മര്യാദയാണ്? അതിന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ മറുപടി എന്തൊക്കെയാണ്? പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മറുപടിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നവരുടെ നിരയിൽപ്പെട്ട ഒരാളല്ല ഞാൻ. ആ പാരമ്പര്യമൊന്നും എനിക്കില്ല. സത്യം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ പക്ഷേ സ്പോൺസേഡ് സീരിയലിലല്ല വർക്ക് ചെയ്യുന്നത്. സ്പോൺസേഡ് സീരിയലിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അതാണ് പറയാനുള്ളത്. പിന്നെ വാഴപ്പിണ്ടിയോ വാഴനാരാണോ നട്ടില്ലെന്ന് ചോദിച്ചത്, ആ സ്വപ്ന സുരേഷ് വന്നിട്ട് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് ഒരു മരണനഷ്ടത്തിനൊരു നോട്ടീസ് പോലും അയക്കാത്ത ആളാണ് ഈ. അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട. വാഴപ്പിണ്ടിയാണോ വാഴനാരാണോ ആരുടെയാണ് നട്ടല്ലത്? നമ്മളടുത്താണ് ബഹളം ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെ പാരമ്പര്യം കുറവാണ്. ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ കാലാവധി, ഈ അസംബ്ലിയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഞാൻ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഒരു എംഎൽഎ ആണ്. ആകെയാണ് പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിനെ പോലെ ഭാഗ്യവാനല്ല. ആദ്യം എംഎൽഎ ആയി ആദ്യം മന്ത്രിയാകാനെന്നുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പരിണതപ്രായരായ ഒരുപാട് ആളുകൾ ഇരിക്കുമ്പോൾ മന്ത്രിയാകാനൊക്കെയുള്ള യോഗം കിട്ടിയത് പെട്ടെന്നായതുകൊണ്ടുള്ള ഒരു പരിഭ്രമം കൊണ്ടായിരിക്കും ഇതെല്ലാം പറയുന്നത്. ഇതൊന്നും നിങ്ങൾ അത് കാര്യമാക്കേണ്ട. അതൊന്നും ഒരു വിഷയമല്ല. 4 എംഎൽഎമാരുടെ മാത്രം പിന്തുണയിൽ പ്രതിപക്ഷ നേതാവായ ആളാണ് വി.ഡി. സതീശൻ എന്നത് അങ്ങാടിപ്പാട്ടാണ് എന്ന് മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് എംഎൽഎമാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ മുൻ പ്രതിപക്ഷ നേതാവിന് ആയിരുന്നു. എന്നിട്ട് പ്രതിപക്ഷ നേതാവാകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് സതീശൻ. പേരിനു വേണ്ടി ബി.ജെ.പിക്കെതിരെ ഫോട്ടോഷൂട്ട് സമരം നടത്തിയിട്ട് കാര്യമില്ലെന്നും സമരം ചെയ്ത പത്രക്കട്ടിങ് കാണിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഗതികേടാണ് എന്നും റിയാസ് പരിഹസിച്ചു. സ്വന്തം പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് താൻ പ്രമാണിത്ത് അംഗീകരിക്കുന്നില്ല. സ്വന്തം പാർട്ടിയിൽ ചെലവാകാത്തത് ഞങ്ങളുടെ നേർക്ക് വന്നാലേ നടക്കൂ. അതുകൊണ്ട് താൻ പ്രമാണിത്വം വീണ്ടും സ്ഥാപിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഭാഗ്യത്തെക്കുറിച്ച് ചിലത് പറഞ്ഞു.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന് നിശ്ചയിക്കാൻ ശ്രീ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര സംഘം KPCC ഓഫീസിൽ വന്നിരുന്നു. കോൺഗ്രസിൻ്റെ MLA-മാരെ വ്യക്തിപരമായി കണ്ടു, അഭിപ്രായം എടുത്തു. 21 കോൺഗ്രസ് MLA-മാരിൽ അന്ന് പറഞ്ഞു കേട്ടതും ഞാൻ പിന്നെ മനസ്സിലാക്കിയതും 4 പേർ മാത്രമാണ് ശ്രീ VD സതീശനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മഹാഭൂരിപക്ഷവും അതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത് എന്നുള്ളത് അങ്ങാടിപ്പാട്ടാണ്. എന്നിട്ടും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാനായി. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. ആ ഭാഗ്യം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് പൊതുവെ ആളുകൾ പറയുന്നത് കേട്ടാൽ അത് തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. സ്വന്തം നട്ടെല്ലും മുഖ്യമന്ത്രിയുടെ നട്ടെല്ലും സ്വപ്നയ്ക്കും മോദിക്കും റിയാസ് പണയം വെച്ചിരിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ. കിച്ചൺ ക്യാബിനറ്റിന്റെ ആനുകൂല്യം നേടിയല്ല VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലിന് ബലമില്ലെന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. റിയാസിന്റെ പണിയെടുത്താൽ മതിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്വന്തം നട്ടെല്ലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നട്ടെല്ലും സ്വപ്നയ്ക്കും മോദിക്കും ഒരേ സമയം പണയം വെച്ചവർ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ലിൻ്റെ ബലം അളക്കണ്ട എന്നാദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരന്തരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആക്ഷേപിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാനനഷ്ടത്തിന് കേസ് പോവാൻ പോലും ആർജവും കാണിക്കാത്ത ആളുകൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ നാടിനെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗങ്ങളിൽ എവിടെയും മോഡിയുടെ പേര് പറഞ്ഞൊരു വിമർശനം പോലും നടത്താത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ RSS വിരുദ്ധതയുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകേണ്ട കാര്യമില്ല. ഞങ്ങൾ RSSനോടും BJPയോടും സന്ധിയില്ലാതെ കേരളത്തിലും ഇന്ത്യയിലും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. പാർലമെൻറ്റിൽ BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തുന്നത് കേരളത്തിൽ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ MPമാരാണ്. നിയമസഭക്കകത്തും പുറത്തും അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട്. UDFും കോൺഗ്രസും നിയമസഭയെ ബോധപൂർവം സംഘർഷവേദിയാക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. സ്പീക്കറെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണ്. നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. UDFിന് ജനാധിപത്യത്തോട് അസഹിഷ്ണുതയാണ് എന്നും മതനിരപേക്ഷ ജനാധിപത്യവാദികൾ പ്രതിഷേധത്തിൽ അണിചേരണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉണ്ട്. അടിയന്തരമായ നോട്ടീസ് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട്. എന്നാൽ സഭയിലെ പ്രതിഷേധത്തിന് ശേഷം സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുക എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് സ്പീക്കർ എന്നാണ് പൊതുവെയുള്ള ധാരണ. അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തന രീതിയാണ്. സ്പീക്കറുടെ ഓഫീസ് ഉപയോഗിച്ചതിൻ്റെ സമീപനം, ആ തരത്തിലുള്ള ഒരു നിലപാട് ജനാധിപത്യ പ്രക്രിയയോടുള്ള UDFിൻ്റെ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കോലം കത്തിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസിന് നേരെ വടിയെറിഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മീഡിയ വൺ ക്യാമറാമാൻ സാദിഖ് പാറക്കലിന് മർദ്ദനമേറ്റു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അപലപിച്ചു.
മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. വാഴപ്പിണ്ടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും സ്പീക്കർ AN ഷംസീറിന്റെയും കോലമേന്തിയായിരുന്നു പ്രതിഷേധം. പറഞ്ഞതിലുറച്ച് സ്വപ്ന. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മാനനഷ്ട നോട്ടീസ് തള്ളി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും സ്വപ്ന പ്രതികരിച്ചു. അതേസമയം കേസുമായി മുന്നോട്ടു പോകുമെന്ന് MV ഗോവിന്ദനും പറഞ്ഞു. കേസ് കൊടുക്കാൻ MV ഗോവിന്ദൻ കാട്ടിയ ധൈര്യം മറ്റ് നേതാക്കൾക്കുണ്ടോ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പരിഹസിച്ചു. MV ഗോവിന്ദൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിജേഷ് പിള്ള എന്ന ഇടനിലക്കാരൻ തന്നെ വന്നു കണ്ടുവെന്നായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ ആരോപണം. തുടക്കത്തിൽ തന്നെ ഇത് നിഷേധിച്ച MV ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. എന്നാൽ ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സ്വപ്നയുടെ പ്രതികരണം. മാപ്പ് പറയാൻ തയ്യാറുമല്ല. എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റർ ഗോവിന്ദന് ഒരു മാപ്പും വരാൻ പോകുന്നില്ല. ഞാൻ ഒരു മാപ്പും പറയാൻ തയ്യാറുമല്ല. അത് ഞാൻ ഇനി ഒരിക്കൽ കൂടി ജനിച്ചാൽ പോലും സംശയമാണ്. എന്നാൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് MV ഗോവിന്ദൻ. നന്നായിട്ട് മാതൃഭൂമി മനോരമയാണ് കൊടുത്തത്. ദേശാഭിമാനിനെ വളരെ ചെറുതായിട്ടാണ് കൊടുത്തത്. സ്വപ്നയുടെ ആരോപണങ്ങളിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ MV ഗോവിന്ദൻ മാത്രമേ തയ്യാറായിട്ടുള്ളൂ എന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കേസ് കൊടുക്കാനുള്ള ധൈര്യം മറ്റുള്ളവർക്കുണ്ടോ എന്ന് K സുധാകരൻ. ഏതെങ്കിലും കാര്യത്തിൽ നാണോ മാനോ ഉളുപ്പുണ്ടോ? എത്ര അഴിമതി വന്നു? വായ തുറന്നു പ്രതികരിച്ചോ? അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിച്ചെടുക്കുന്നതിന് ഒരു കേസുമായി പോയോ? സ്വപ്ന സുരേഷ് ഏറ്റവും അവസാനം നടത്തിയ പത്രസമ്മേളനം സ്വപ്ന സുരേഷ് സരിതയല്ല, അത് തൊട്ടറിയാണ് CPM. എന്താ വെല്ലുവിളിച്ചവരൊന്നും കേസ് കൊടുക്കാത്തത്? വിജേഷ് പിള്ളയ്ക്കെതിരെ സ്വപ്ന സുരേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് സ്വപ്നയുടെ മൊഴിയെടുത്തു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായിട്ടാണ് സ്വപ്ന സുരേഷിന്റെ നീക്കം. വിജേഷ് പിള്ളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊച്ചി മേയർ M അനിൽകുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ ഉപരോധിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. പോലീസിനെതിരെ ഭീഷണിയുമായി KPCC പ്രസിഡന്റ് K സുധാകരനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും രംഗത്തെത്തി. ബ്രഹ്മപുരത്തെ മാലിന്യം കത്തിച്ച CPM കാബാലികരെ നിങ്ങൾക്കെതിരായി ഉയരുന്നു. നാടിൻ ശബ്ദം, ജനശബ്ദം. പുലർച്ചെ 5 മുതൽ UDF കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും കോർപ്പറേഷന്റെ എല്ലാ പ്രവേശന കവാടങ്ങളും ഉപരോധിക്കുകയാണ്. പ്രധാന പ്രവേശന കവാടത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. KPCC പ്രസിഡന്റ് K സുധാകരൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് കമ്മീഷണറെ ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്ന് K സുധാകരൻ പറഞ്ഞു. നീതി പുലർത്താൻ സാധിക്കില്ലെങ്കിൽ പോലീസാണ് എന്ന് ഞങ്ങൾ നോക്കില്ല. ഞങ്ങളും പോലീസിനെ ധിക്കരിക്കേണ്ടി വരും. ധിക്കരിച്ചാൽ നിങ്ങളും ഓടേണ്ടി വരും എന്ന് ഇവിടുത്തെ പോലീസ് ഓഫീസറെ ഞാൻ ഓർമ്മിപ്പിക്കും. UDF സമരം തകർക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ കാലുതല്ലി ഓടിക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഭീഷണി. മുദ്രാവാക്യം വിളിച്ച് ഇവിടെ സമരവുമായി വന്നിരുന്ന ഞങ്ങളെ ഇന്ന് രാവിലെ ഈ ദേവകുമാറിന്റെയും വിജയശങ്കറിന്റെയും ഈ SI-മാരുടെയും നേതൃത്വത്തിൽ കാണിച്ച തെമ്മാടിത്തരത്തിന് മറുപടി കൊടുക്കേണ്ടത് ഇന്നല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിക്കാതിരുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോർപ്പറേഷനിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. പ്രതിഷേധക്കാരിൽ നിന്നും രക്ഷപ്പെടാനായി ബസ്സിൽ കയറിയ ആൾക്ക് നേരെ കുപ്പിയെറിയുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരത്തെ പ്രതിസന്ധി പരിഹാരത്തിനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പ്രഖ്യാപിച്ച 1 കോടി രൂപ കൊച്ചി കോർപ്പറേഷന് കൈമാറി. മേയർ M അനിൽകുമാർ ചെക്ക് ഏറ്റുവാങ്ങി. യൂസഫലിക്ക് വേണ്ടി സെക്രട്ടറി
EA ഹാരിസ്, ലുലു കൊമേഴ്സ്യൽ മാനേജർ സാദിഖ് ഖാസിം എന്നിവരാണ് ചെക്ക് കൈമാറിയത്. കൊച്ചി നഗരം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിയോട് പടപൊരുതാൻ ഇത് വലിയ ഊർജ്ജം നൽകുന്നുവെന്ന് മേയർ പറഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക നായകരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടെന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. എല്ലാ വിഷയത്തിലും ഒറ്റയ്ക്കും കൂട്ടായും പ്രതികരിക്കുന്നവർ ബ്രഹ്മപുരം വിഷയത്തിൽ മൗനം പാലിച്ചു. ഇത് ദൗർഭാഗ്യകരമായി പോയെന്ന് ആന്റണി വിമർശിച്ചു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണത്തിൽ ഒരു സർക്കാരിനും വിജയിക്കാനായില്ലെന്നും ആന്റണി പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ ഇതിൻ്റെ രാഷ്ട്രീയം പറയുന്നില്ല. ബ്രഹ്മപുരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാല ഗവൺമെൻറ് ഉൾപ്പെടെ അന്വേഷിക്കട്ടെ. ബ്രഹ്മപുരം മാത്രമല്ല, കേരളത്തിലെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ ഒരാളാണ് മുഖ്യമന്ത്രി, ഒരേ ഒരു മുഖ്യമന്ത്രി 7 വർഷമായി. 7 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് മാറ്റാൻ സാധ്യമല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ട സാംസ്കാരിക നായകന്മാർ, നായികമാർ, സാഹിത്യ നായകന്മാർ പ്രതികരിക്കാത്തത് വളരെ നിർഭാഗ്യകരമായിപ്പോയി, ഖേദകരമായിപ്പോയി. ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ പദ്ധതിയിൽ നിന്ന് സോണ്ട ഇൻഫ്രാസ്ട്രക്ചറിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഞെളിയൻപറമ്പ് വിഷയം ശനിയാഴ്ച ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. UDF BJP കൗൺസിലർമാർ പ്ലക്കാർഡേന്തി മുദ്രാവാക്യം വിളികളോടെ ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ മുകളിൽ നിന്ന് ഉറപ്പിച്ച കച്ചവടമെന്ന് UDFും പദ്ധതിയിൽ അടിമുടി ദുരൂഹതയെന്ന് BJPയും ആരോപിച്ചു. തിരുവനന്തപുരം കഠിനംകുളത്ത് തോക്കും മാരക ആയുധങ്ങളുമായി ഗുണ്ടാ സംഘത്തിലെ 2 പേർ പിടിയിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വർക്കല സ്വദേശി ഷാഹുൽ ഹമീദ്, കണിയാപുരം സ്വദേശി മനാൽ എന്നിവരാണ് പിടിയിലായത്. ചാന്നാങ്കര അണക്കപ്പിള്ള പാലത്തിന് സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 പേർ റോഡിൽ നിൽക്കുകയായിരുന്ന യുവാക്കളുമായി തർക്കമുണ്ടായി. തുടർന്ന് ഒരാൾ കത്തിയുമായി ആക്രമിക്കാൻ ഇറങ്ങുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഇവരെ കീഴ്പ്പെടുത്തി. ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം യുവതിയുടെ ജീവൻ തുലാസിൽ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സർജിക്കൽ മോപ്പും സൂചിയും നൂലും യുവതിയുടെ വയറിനുള്ളിൽ കുടുങ്ങി. ജീവൻ തന്നെ അപകടത്തിലായതോടെ എഴുകോൺ ESI ആശുപത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ചിഞ്ചുരാജിന്റെ കുടുംബം. എഴുകോൺ ESI ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചിഞ്ചുരാജിന്റെ പ്രസവ ശസ്ത്രക്രിയ. തിങ്കളാഴ്ച മുതൽ കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ എക്സ്റേ എടുത്തു. കൊട്ടാരക്കര മെട്രോ സ്കാനിംഗ് സെന്ററിലെത്തിച്ച് ESI ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സ്കാൻ ചെയ്തു. ചിഞ്ചുവിനെ തിരികെ എത്തിച്ച ശേഷം അതിവേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാനോ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ളവ നൽകാനോ ഡോക്ടർമാർ തയ്യാറായില്ല. എക്സ്റേയിൽ നിന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പിഴവുണ്ടായതായി ബന്ധുക്കൾക്ക് മനസ്സിലായത്. നാസ്ത മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരു സിസറിയും കഴിഞ്ഞ ഒരാളുടെ വയറ്റിൽ മാതിരി സാധനങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നാസ്തയല്ലേ. അത് വയറിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയായി മാറി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും വഴിവരിച്ചു. വെറും അവഹേളിക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മൾ ആൾക്കാർ ഒരാൾ ചോദിച്ചു, 2 ആൾ ചോദിച്ചു, 4 ആൾ ചോദിച്ചു, എന്നിട്ട് ഇവർ ഇതിൻ്റെ നല്ല രീതിയിലുള്ള മറുപടി തരികയോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടക്കുന്നതല്ലാതെ അതിനുള്ള ഒരു മറുപടി കൃത്യമായിട്ടുള്ള തിരികെ അതിൻ്റെ റിസൾട്ടുകൾ തരാം, അതൊന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ചിഞ്ചുവിന് ന്യൂമോണിയ പിടിപെട്ടു. അണുബാധ രൂക്ഷമായതോടെ ജീവൻ തന്നെ അപകടത്തിലായി. ഇതോടെ ചിഞ്ചുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവ് ബിബിൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം. ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയർ തുന്നിച്ചേർക്കാതെ വീട്ടമ്മയെ വിട്ടയച്ചുവെന്ന പരാതി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് ഏപ്രിൽ 17 പരിഗണിക്കും. പത്തനാപുരം മുല്ലൂർ നിരപ്പ് സ്വദേശിനി K ഷീബയ്ക്കാണ് ഗുരുതര ചികിത്സാ പിഴവുണ്ടായത്. 2022 ഡിസംബർ 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് പരാതി. വയർ കീറി ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുന്നിച്ചേർക്കാതെ ബസിൽ കയറ്റി വിട്ടു എന്നാണ് പരാതി. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷീബ.
കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാരോപിച്ച് ഉത്തരമേഖല ഐജിയെ കണ്ട് അമ്മ ഹാജറ നജ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വൈകുന്നുവെന്നാരോപിച്ചാണ് ഐജിയെ കണ്ടത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നും തുടർ നടപടി ഉണ്ടാകുമെന്നും ഐജി നീരജ് കുമാർ ഗുപ്ത വ്യക്തമാക്കി. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുൻപിൽ ആക്ഷൻ കമ്മിറ്റി സമരം ആരംഭിച്ചതോടെയാണ് ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്താമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഉറപ്പു നൽകിയത്. ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അശോകനെ മർദ്ദിച്ച കേസിൽ ഹാജറിയുടെ ബന്ധുക്കളായ 3 പേർ അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഐ ജി നമുക്ക് FIR ആക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അന്വേഷിക്കാമെന്നും ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് പിന്നെ ഒരു പ്രോഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം വന്ന് മൊഴിയെടുത്തെന്നല്ലാതെ FIR ആക്കിയിട്ടുമില്ല, പിന്നെ ജാമ്യം അനുവദിച്ചിട്ടുമില്ല. നമുക്ക് നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഐ ജിനെ കാണാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് അവളെ കൊണ്ട് ഞങ്ങൾ വന്നത്. ഞങ്ങളെ ഫാമിലിയിലുള്ള ഫുൾ ആളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഈവൻ ചെറിയ കുട്ടികളെ വരെ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾക്ക് ഒരാളെ മാത്രമായിട്ട് എന്തിനാ അവരെ ലൈഫ് നശിപ്പിക്കുന്നത്? ഈവൻ 14 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കേസിന് ഇവിടെ കൊലപാതകം ചെയ്തോല് പുറത്തുകൂടി ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഡോക്ടർ ഉന്തി തള്ളി പറഞ്ഞ് മൂക്കിന്റെ പാലം പൊട്ടിയെന്ന് പറഞ്ഞ് അഭിനയിച്ച് നാടകം നടത്തി കിടക്കുന്ന ഒരാളെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പൊ പോലീസ് ഇങ്ങനെ ചെയ്യുന്നത്, നിയമം ചെയ്യുന്നത്. കുമളിയിൽ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി പ്രസവിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മുൻ സഹപാഠിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇടുക്കി ഉപ്പുതറയിൽ കുഞ്ഞു മരിച്ചതിൽ മനം നൊന്ത് അമ്മയും മകനും ജീവനൊടുക്കി. ഉപ്പുതറ കൈതപ്പതാൽ സ്വദേശി ലിജി, മകൻ ബെൻ ടോം എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിജിയുടെ 28 ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇടുക്കി കൈതപ്പതാൽ സ്വദേശി ലിജയെയും 7 വയസ്സുള്ള മകനെയുമാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസം മുൻപ് ലിജയുടെ 28 ദിവസം പ്രായമുള്ള കുഞ്ഞ് തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയതിനെ തുടർന്ന് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ലിജ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത് ഏറ്റവും മൂത്ത കൊച്ച് മരിച്ചായിരുന്നു. അതിന് 2ാമത്തെ കൊച്ചുണ്ടായിരുന്നു. 2ാമത്തെ കൊച്ചാണ് ഇപ്പം മരിച്ചത്. 3ാമത്തെ കൊച്ച് മിനിഞ്ഞാന്ന് മരിച്ചത്. ബന്ധുക്കൾ രാവിലെ പള്ളിയിൽ പോയ സമയത്താണ് ലിജയും മകനും ജീവനൊടുക്കിയത്. പള്ളിയിൽ നിന്നും തിരികെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ പ്രതിസന്ധിയിൽ. 18-ന് സ്റ്റേറ്റ് കൗൺസിൽ വിളിക്കുന്നതിനെതിരെ കോഴിക്കോട് മുൻസിഫ് കോടതി ഉത്തരവിട്ടു. എറണാകുളം ജില്ലാ കൗൺസിൽ ചേരാതെ സ്റ്റേറ്റ് കൗൺസിൽ വിളിക്കരുത്. എറണാകുളം ജില്ലാ കൗൺസിൽ അംഗം റഫീഖിന്റെ പരാതിയിലാണ് ഉത്തരവ്. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയെന്ന് രാഹുൽ ഗാന്ധി. 4 മന്ത്രിമാർ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചുവെന്നും മറുപടി പറയാൻ സഭയിൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. Unfortunately for you, I'm a member of parliament, and as the allegation has been made in parliament by 4 ministers, it is my right to have the opportunity. It's my democratic right. So if Indian democracy was functioning, I would be able to say my piece in parliament. So please, let me speak. Please let him finish. So actually what you are seeing is a test of Indian democracy. After 4 leaders of the BJP have made an allegation about a member of parliament, is that member of parliament going to be given the same space that those 4 ministers have been given, or is he going to be told to shut up? That's what the real question in front of this country is right now. രാഹുൽ ഗാന്ധിക്ക് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. ജമ്മു കാശ്മീർ നിരവധി സ്ത്രീകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടുവെന്നും അപമാനിക്കപ്പെട്ടുവെന്നും പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്കിടെയായിരുന്നു പരാമർശം. പരാതിപ്പെട്ടവരുടെ വിശദാംശങ്ങൾ നൽകണമെന്നാണ് നോട്ടീസിൽ ഉള്ളത്. ഇരകൾക്ക് സംരക്ഷണം നൽകാൻ രാഹുൽ വിശദവിവരങ്ങൾ കൈമാറണമെന്ന് നോട്ടീസിൽ ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ മണ്ഡലയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റും സഹപൈലറ്റും മരിച്ചു. സൈന്യത്തിന്റെ ചീറ്റ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. പൈലറ്റും സഹപൈലറ്റും മാത്രമേ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ.
കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്രത്തിന്റെ കത്ത്. അണുബാധ തടയാൻ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കേസുകൾ കൂടിയിട്ടുണ്ട്. മാർച്ച് 8-ന് അവസാനിച്ച ആഴ്ചയിൽ 2082 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 15-ന് അവസാനിച്ച ആഴ്ചയിൽ 3264 കേസുകളായി ഇത് ഉയർന്നതായും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി ജിയാനി ഇൻഫെന്റിനോ തുടർച്ചയായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. റുവാണ്ടൻ തലസ്ഥാനമായ കിഗാലിയിൽ നടന്ന ഫിഫ കോൺഗ്രസിലാണ് പ്രഖ്യാപനം. 2027 വരെയാണ് കാലാവധി. 2014-ലാണ് സെപ്പ് ബ്ലാറ്ററുടെ പിൻഗാമിയായി ഇൻഫെന്റിനോ ഫിഫ പ്രസിഡന്റ് ആകുന്നത്. 2019-ൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഖത്തർ ലോകകപ്പ് വൻ വിജയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന് USA, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന 2026 ലോകകപ്പ് വരെ തുടരാനാകും. അടുത്ത ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 32-ൽ നിന്ന് 48-ആക്കിയ തീരുമാനമടക്കം ഇൻഫെന്റിനോയുടെ നേതൃത്വത്തിലാണ് കൈക്കൊണ്ടത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് തീയിട്ടു. വെഞ്ഞാറമൂട് വലിയ കട്ടയ്ക്കൽ മുരുകവിലാസത്തിൽ മുരുകന്റെ 2 കാറുകളാണ് അജ്ഞാതൻ തീയിട്ട് നശിപ്പിച്ചത്. അക്രമി ഓടി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. തീ കത്തുന്നതറിഞ്ഞ് പുറത്തിറങ്ങിയ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തീ കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കാറുകൾ ഭാഗികമായി കത്തി നശിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. വീട്ടുടമ മുരുകൻ വിദേശത്താണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മാതാപിതാക്കളുമാണ് വീട്ടിലുള്ളത്. അക്രമി വീട്ടുവളപ്പിൽ പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. മാരുതി 800-ൽ എത്തിയാണ് അതിക്രമം നടത്തിയത്. നമ്പർ പ്ലേറ്റ് ചുവന്ന തുണി കൊണ്ട് മറച്ചിരുന്നു. സൈഡിൽ ജനലിൻ്റെ സൈഡിലെ റൂമിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ ഒരു 1:40 ആയപ്പോഴത്തേക്ക് ഒരു സൗണ്ടും കേട്ട് തീ കത്തുന്ന കണക്ക് തോന്നി. അങ്ങനെ അമ്മ എഴുന്നേറ്റ് വീട്ടിനകത്ത് വെളിയിൽ ആരെങ്കിലും ലൈറ്റ് ഇട്ടാൽ നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി പിന്നെ നല്ല പുക പോണു. അങ്ങനെ അച്ഛനെ ഇവനെയും കൂടെ ഓരോ റൂമിൽ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് കതക് തുറന്ന് നോക്കിയപ്പോൾ വണ്ടി രണ്ടും കത്തുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുരുകനുമായി ശത്രുതയുള്ള ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും സിൽക്സ് ആൻഡ് ഡിസൈനിന്റെയും 15ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആനിവേഴ്സറി ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ എസ് കുമാരി നിർവഹിച്ചു. ഉദ്ഘാടന സമയം സന്നിഹിതരായിരുന്നവരിൽ നിന്നും നറുക്ക് എടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണക്കമ്മലും 2 പേർക്ക് സ്വർണ്ണമോതിരവും സമ്മാനമായി നൽകി. ആനിവേഴ്സറി പ്രമാണിച്ച് വിവാഹ പാർട്ടികൾക്ക് 1.75% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഗോൾഡ് എക്സ്ചേഞ്ച് പവന് 200 രൂപ അധിക മൂല്യം. ഏറ്റവും കുറഞ്ഞ തുക അടച്ച് സ്വർണം ബുക്ക് ചെയ്യുവാൻ അവസരം. എല്ലാ ടെക്സ്റ്റൈൽ പർച്ചേസിനും ഫ്ലാറ്റ് 20% ഓഫർ. ഓരോ പർച്ചേസിനും കൈനിറയെ സമ്മാനം തുടങ്ങി നിരവധി ഓഫറുകളാണ് രാജകുമാരി ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ സായുധ സൈനിക യൂണിറ്റിന് നൽകുന്ന പരമോന്നത ബഹുമതിയായി പ്രസിഡന്റ്സ് കളർ രാഷ്ട്രപതി ദ്രൗപദി മുർമു INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചു. യുദ്ധത്തിലും സമാധാനത്തിലും രാജ്യത്തിന് നൽകിയ അസാധാരണ സേവനത്തിനുള്ള അംഗീകാരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. INS വിക്രാന്തും രാഷ്ട്രപതി സന്ദർശിച്ചു. This prestigious moment will go down in the history of Indian naval ship Dronacharya and the Indian Navy as a red letter day and will remain etched in our memories for a long time to come. രാജ്യത്തിന് നൽകിയ വിശിഷ്ട സേവനം പരിഗണിച്ചാണ് നാവികസേനയുടെ ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ്സ് കളർ സമ്മാനിച്ചത്. പ്രൌഢോജ്വലമായ ഗാർഡ് ഓഫ് ഓണറും ഗൺ സല്യൂട്ടും നൽകി രാഷ്ട്രപതിയെ ആദരിച്ചു. माननीय राष्ट्रपति श्रीमती द्रौपदी मुर्मू, नौसेना प्रमुख एडमिरल R हरिकुमार और परेड कमांडर कमांडर बिपिन कृष्णा के साथ आप गार्ड ऑफ ऑनर का निरीक्षण करेंगी.
4 മതങ്ങളിലെ പണ്ഡിതർ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ്സ് കളർ രാഷ്ട്രപതി INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചത്. ആദ്യ കേരള സന്ദർശനത്തിൽ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ് കളർ സമ്മാനിച്ചതിൽ സന്തോഷമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ നാവികസേന ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമെന്നും രാഷ്ട്രപതി. I congratulate the entire team of Indian Navy, Cochin Shipyards Limited and everyone associated in the journey of INS Vikrant. I am proud of the brave men and women of the Indian Navy for serving the nation with distinction and dedication. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് രാഷ്ട്രപതി സന്ദർശിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തും കൊല്ലത്തും നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടുകൂടിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് രാഷ്ട്രപതി INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചത്. ഇന്ത്യൻ നേവിയെ ആവോളം പുകഴ്ത്തി പറഞ്ഞ രാഷ്ട്രപതി കേരളത്തിലെത്തിയതിലും സന്തോഷം പ്രകടിപ്പിച്ചു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നേതൃത്വ ഫോറമായ ന്യൂസ് 18ന്റെ റൈസിംഗ് ഇന്ത്യയുടെ 3ാം പതിപ്പ് ഉടൻ. ഇന്ത്യയുടെ വിജയഗാഥകളും വളർച്ചയുടെ പടവുകളും ആഘോഷമാക്കാൻ മികച്ച വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്നത്. ഈ വർഷത്തെ തീം റിയൽ ഹീറോസ് എന്നതാണ്. രാജ്യത്ത് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ചവരുടെ അസാധാരണ നേട്ടങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ അസാധാരണ കഥകളും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷങ്ങളോട് പോരാടുന്നവരെ മുതൽ കലയും പൈതൃകവും സംസ്കാരവും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നവരെ വരെ ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ രാജ്യത്ത് ഉടനീളം ഉള്ള റിപ്പോർട്ടർമാർ നമുക്കിടയിലെ ഈ ഹീറോസിനെ കണ്ടെത്താൻ സഹായിച്ചു. വരുന്ന ആഴ്ചകളിൽ ഇവരുടെ കഥകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. The value of art increases with time, and through his immutable efforts, Dr. Ismail Khatri has proven this. अजरक जो है वो हमारा वंश परंपरा से काम चला रहा है और ये अजरक करीब 4,500 साल पुरानी कला है. When Kutch was devastated by an earthquake in 2001, Dr. Ismail migrated to Ajrakpur, taking his art and his artists with him. He faced many other problems in pursuit of his art. While on one hand, Ajrak required a lot of time and patience, on the other, the prevalence of machine-printed clothes was increasing every day. But like they say, success follows the determined. यूरोप में क्या हुआ, 1840 में इन लोगों ने पहले 2 रंग बनाए थे, एक इंडिको, एक अलिसरीन. इसके बाद कलर की दुनिया में ये लोग विकास करते गए और जहर डालते गए अंदर, तो नतीजा ये हुआ कि चमड़ी का कैंसर यूरोप में बढ़ गया. हमारे पिताजी को ये नेचुरल डाई का थोड़ा नॉलेज था, तो इसमें फ़ायदा ये हुआ कि हम लोग ये जहर से बचे, हमारे ग्राहक भी बचे, और एक तरह का जो मैं लोगों को बताता था उसमें एक तरह का अजरक का मार्केट हो गया. Dr. Ismail went on to set up his own Ajrak workshop, which has proven invaluable in preserving this art form. It has provided employment to other Ajrak workers and proven that true art is immortal. For his efforts, Dr. Ismail was awarded an honorary doctorate by Montfort University, Leicester, UK. He also went on to win the UNESCO Award, Seal of Excellence. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.